അടിപൊളി സിനിമയാണ്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്, എല്ലാം അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് നല്ല സിനിമയാണ്. ലൈക്ക് എല്ലാവരുടെ പെർഫോമൻസ് വൈസും ഭയങ്കര എൻ്റർടൈനിങ് ആണ്, ഫണ്ണാണ്. ബേസിലാണെങ്കിലും ടോയിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സാണ്, വിനീതേട്ടനാണെങ്കിലും ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും കാണണം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒരു പടി മേലെയാണ്. എന്തായാലും എല്ലാവരും അടിപൊളി. എന്നെ കാണുന്ന കളിയാ. ഇന്നലെ കണ്ട നല്ല റെസ്പോൺസ്. നിങ്ങൾക്ക് എന്ത് തോന്നി? തൂക്കി ബേസിലേട്ടൻ തൂക്കി തകർത്തും സ്വാതി ഇനി സ്വാതിയാണ് അല്ലേ? അതെ 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 ഇവിടെ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിനോട് പോയി കാണുക. നിങ്ങളുടെ റെസ്പോൺസിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻജോയ് ചെയ്താൽ പടം ചെയ്ത് നമ്മുടെ കോളേജ് ഫ്രണ്ട്സ് പോലെ എല്ലാവരും കൂടെ ഒരു ഫണ്ണായിരുന്നു, എൻജോയ് ചെയ്താൽ പടം ചെയ്തത്. ഇനി നിങ്ങളിലാണ് ഇരിക്കുന്നത്, സോ നിങ്ങളെല്ലാവരും കണ്ട് എൻജോയ് ചെയ്യണം. അതാണ് നമ്മൾ എൻജോയ് ചെയ്തു പടം ചെയ്തപ്പോൾ ചെയ്യും. ഓക്കെ, അടിപൊളി മൂവി കേട്ടോ. അടിപൊളി അഭിപ്രായമാണ് എല്ലാവരും. കോളേജിൽ പഠിക്കുന്ന റിലേറ്റബിളായിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെയാണ്. ഇപ്പോൾ കോളേജിൽ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റ് നടത്തിയിട്ടുള്ള അതിന് ആഘോഷങ്ങൾ എല്ലാവർക്കും ഈ ഒരു സിനിമ കണക്റ്റ് ആകണം. ഇതിലിപ്പോൾ ബേസിൽ സീറ്റിൽ പഠിച്ചപ്പോൾ കൊണ്ട് ധ്വനിയിൽ കൺവീനർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇൻസിഡൻറ്റ് നമ്മൾ എല്ലാത്തിനും പോസിറ്റീവ് റെസ്പോൺസാണ് വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കൂടെ എല്ലാവരും കൈയടിക്കുക വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ചെറിയ റോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. RJ എലിസബത്ത് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. കാരണം ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ OTT-ലിരുന്നു മൊബൈൽ ഫോണിലിരുന്നു കാണേണ്ട പടമല്ല. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുറേ കൈയൊക്കെ അടിച്ച് ബഹളം വെച്ച് അങ്ങനെ ഒരു ഫെസ്റ്റ് മൂഡ് പടമായതുകൊണ്ട് അങ്ങനെ കാണേണ്ട പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. അവർ കട്ടയ്ക്കായിരുന്നു, അതിലും മാസമല്ലായിരുന്നോ വിനീതേട്ടനും ഷാനിക്കയും, അവരും ഭയങ്കര ഓളായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമിയോ കൊണ്ടുവന്ന ഓളവും ഒരു സസ്പെൻസ് ക്യാമിയോ ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. കാരണം തിയേറ്ററിൽ ഇപ്പോൾ അങ്ങനെയാണ് റെസ്പോൺസ് നമ്മൾ കാണുന്നത്. ഭയങ്കര കയ്യടി, ഒത്തിരി സന്തോഷം, ചിരികളും എല്ലാം കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും ശരിക്കും പോയി കാണണം. ഭയങ്കര ഫൺ, ഒരു ലൈക്ക് ക്യാമ്പസ് അഡ്വഞ്ചർ പോലെയാണ്. ഭയങ്കര നൈസ് ഫൈറ്റ്, സോങ്സ് ആണെങ്കിലും ഭയങ്കര രസമാണ്. എല്ലാ മൂവീസ് റിയലി നൈസ്. പ്ലീസ് ഗോ വാച്ച് ദ ഫിലിം. എന്താ പറയാ, ഒന്നും പറയാനില്ല. നിങ്ങൾ സിനിമ കണ്ടില്ലേ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത്രേ ഉള്ളൂ. സിനിമ വണ്ണാണ്, വൺ പടം എന്നല്ലാതെ എന്താ പറയുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായതിലൊക്കെ ഒരുപാട് സന്തോഷം, വലിയ അഭിമാനം, വലിയൊരു ടീം വർക്കാണ്. നമ്മൾ സിനിമയിൽ നമ്മളെക്കാളും, അതായത് ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എന്താ പറയുക, ഭയങ്കര കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് മത്സരിച്ച് ചെയ്തൊരു സിനിമ പോലുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇതിന് ഈ ക്രൗഡ് തന്നെ നമ്മൾ കണ്ടില്ലേ, എത്രയോ അങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യുക, ഷൂട്ട് ചെയ്യാൻ പറ്റുക, നല്ല കിടിലൻ ടേക്കിങ്സ് ആകുക, നല്ല കിടിലൻ സിനിമ ഉണ്ടാക്കുക, നന്നായിട്ടൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുക, അതിന് നല്ല പ്രൊഡ്യൂസറെ കിട്ടുക,
എല്ലാവരും എൻ്റെ അത് കൂടുക, ആ കൂട്ടത്തിൽ ഒരാളാകാൻ പറ്റിയാലുള്ള വലിയ സന്തോഷവും അഭിമാനമൊക്കെയാണ്. ചെറുതായിട്ട് പ്രതീക്ഷിച്ചിരുന്നു ഇത്, പക്ഷെ നമ്മൾ നമ്മുടെ സിനിമയെക്കുറിച്ച് തന്നെ പറയാൻ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. പ്രിവ്യൂ നമ്മൾ കണ്ടിരുന്നു നേരത്തെ, അതിൽ തന്നെ എബോ ആവറേജ് ഒരു ഫീലായിരുന്നു ആസ് എ പ്രേക്ഷക എനിക്കുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിങ്ങനെ ബാക്കിയുള്ളവർക്കും അതേ ഫീൽ കിട്ടുന്നതിനകത്ത് ഒരുപാട് സന്തോഷം. പടം ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ആളുകളുടെ ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് മാക്സിമം ആളുകളുടെ സമയത്തിന് വില നൽകി മാക്സിമം എൻ്റർടൈൻ ചെയ്യാനായിട്ട് നമ്മുടെ പുതിയൊരു ഫിലിം മേക്കറാണ് അരുൺ അനിരുദ്ധ്. അപ്പോൾ പ്രോപ്പറായി മലയാള സിനിമയിൽ ഒരു വരവറിയിച്ച സംവിധായകനായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അരുണിൻ്റെ ഈ സിനിമ, ബേസിൽ, ടൊവി, നമുക്ക് ഇഷ്ടപ്പെട്ട കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഗംഭീരമായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ എന്തായാലും ആളുകൾ കാണട്ടെ, കണ്ടിട്ട് അവർക്ക് ജെന്യുവനായിട്ട് തോന്നുന്ന അഭിപ്രായം പറയട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക.